ബന്ധങ്ങൾ പലവിധം. KVയിലെ ഡെവിളിന്റെ അളിയൻ, TVയിലെ ചന്ദ്രബോസ്, അതുപോലെ എന്റെ ഡാഡിയുടെ ബോൾ അലീന. വാവ്. TG അഖിൽ ജോൺ. നമ്മളെ അണ്ടി ഫാക്ടറിയിലുള്ള അമ്മിണിയില്ലേ, അമ്മിണിയല്ല കൺമണി. ചന്ദ്രന്റെ ഭാര്യനെ ആരോ കൊണ്ടുപോയിരുന്നു കേട്ടോ. ആരോ കൊണ്ടു? ചന്ദ്രന്റെ ഭാര്യ? എന്തിനു വർത്താനോ? നിന്റെ ചേട്ടനുള്ള ആളല്ലേ നിന്റെ ഏട്ടത്തിയമ്മ? അല്ല അങ്ങനല്ല, ആയില്ലല്ലോ, നമ്മള് കല്യാണം നടത്താൻ പോണല്ലേ ഉള്ളു. എന്നാലും അത് എത്ര വർഷമായിട്ട് അവര് ഒരുമിച്ച് ഇത് വെക്കണതല്ലേ? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, നമ്മള് ഭയങ്കര കാഷ്വലായിട്ട് ചന്ദ്രന്റെ ഭാര്യ ആരോ കൊണ്ടുപോയായിരുന്നു. ഇങ്ങനെയാണ് നീ പറഞ്ഞു, നീ ഒന്നുകൂടെ കേട്ടു നോക്കിയേ. നമ്മള് അങ്ങനെയാണല്ലോ പറയുന്നത്. എടാ ഇങ്ങനത്തെ കാര്യം പറയുമ്പോ ഇനി തൊട്ട് ഒരാളുടെ അടുത്ത് പറയുമ്പോ എന്നാ ചന്ദ്രന്റെ ഭാര്യ ആരോ കൊണ്ടുപോയി എന്താന്ന് ഒന്നും അറിഞ്ഞൂടാ, ആ ടോൺ വരണം, മനസ്സിലായ? ക്യാം ഓഫ് ആക്കാൻ സിറ്റുവേഷൻ ആക്കാൻ പോയപ്പോഴേ നമ്മൾ നോക്കുമ്പോ BC-യുടെ സിറ്റുവേഷൻ അല്ല, അലീനെ കൊണ്ടുപോയത് BC-യുടെ എന്തോ എന്തിനാ കൊണ്ടുപോയത് സംഭവം എനിക്ക് അറിഞ്ഞിടാ, എനിക്ക് ക്ലിയർ അല്ല. ഞാനും വന്നപ്പോ ഇത്രയൊക്കെ അറിയുന്നുള്ളൂ. ഇല്ല രക്ഷപ്പെടുത്തി, അതെല്ലാം കഴിഞ്ഞ് അവര് നമ്മള് നോക്കുമ്പോഴേ BC-യുടെ 30 പേരെ എന്നിട്ട് നമ്മളവിടെ ചെന്ന് നമ്മതൊരു 30 പേര്, KV ഒരു 30 പേര്, മൊത്തം 60 പേര് അവരുടെ യാങ്ങത്തിന്റെ ഫ്രണ്ടില് ഇച്ചിരി കൊണ്ടുവരുന്നത്. ഓ ഡെവിളിന്റെ എന്തുവാ സിസ്റ്റർ അങ്ങനെ എന്തോ ആണ് അവിടെ അലീന, മനസ്സിലായോ? വന്ന് നമ്മളും വന്ന്. ഏത് ഡെവിളിന്റെ? KV ഡെവിളിന്റെ തന്നെയാണെന്ന് തോന്നുന്നു. ബന്ധങ്ങൾ പല രീതിയിലാണല്ലേ? KVയിലെ ഡെവിളിന്റെ അളിയൻ, TVയിലെ ചന്ദ്രബോസ്. ചോദിക്കാൻ ചെല്ലുന്ന 60 പേരൊക്കെ. അതുപോലെ എന്റെ ഡാഡിയുടെ ബോൾ അലീന. വാവ്. അതെ, ബന്ധങ്ങൾ പലവിധം. എടാ മണ്ട, അത് അലീന അല്ല ട്രീസയാണെന്നാണ് എനിക്ക് സാറ്റലൈറ്റ് ചെയ്ത് കിട്ടിയ ഇൻഫർമേഷൻ. ട്രീസയാണ് എനിക്ക് പെണ്ണുങ്ങളുടെ അല്ല, ട്രീസയായിട്ട് നമുക്ക് എന്താ ബന്ധം? ട്രീസയായിട്ട് വേണമെങ്കിൽ ഞാനൊരു ബന്ധം ഉണ്ടാക്കാം. ഇങ്ങനല്ലേ ബന്ധങ്ങൾ? അതെ ഇങ്ങനെയാണ് ബന്ധങ്ങൾ ഉണ്ടാവുന്നത്. വന്നേ ആൾത്തെ ഉണ്ട് അണ്ണന്റെ അതേ ഫോണിൽ തന്നെ ഇരുന്ന ആള്. ഞാൻ ജോണി മാമന്റെ അടുത്തോണ്ട് വിളിച്ചിട്ടുണ്ട്. അവര് വാസ്കോയുടെ ഗേൾഫ്രണ്ട്. വാസു എവിടാ? ജോക്കി എവിടെ? എവിടാ കുട്ടാ? നീ 10 സെക്കൻഡ് എണ്ണത്തിന് വിളിച്ചില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഓറ പോയതിന്റെ ഓറമാരൊക്കെ ഉണ്ടല്ലോ ഫോട്ടോ അയച്ചിട്ട് ഈ അപ്പൂട്ടം പറയോ ഞാൻ പറഞ്ഞു 10 സെക്കൻഡ് വാസു വിളിക്കുന്ന പറയുക. പിന്നെ കൊറേ വിളിച്ചു തന്നെ അണ്ണൻ ഫോൺ പോലെ. ജോക്കി ഞാൻ ഒരു കാര്യം പറയട്ടെ, ചത്ത് കിടക്കുവാണെങ്കിൽ പോലും എന്റെ ശവം എണ്ണീറ്റ് കോൾ വിളിക്കും ജോക്കിയുടെ ഒരു മെസ്സേജ് കണ്ട. കേട്ടോ ഇത് ക്ലിപ്പായി മോനെ. അത്രേ ഉള്ളു. എവിടെ നിക്കുന്നത്? ഞാൻ ജോക്കി എവിടെ നിക്കുന്നത്? മുറുക്ക് ഇന്ന് കുറച്ച് പരിപാടിയുണ്ട്. കേക്ക് കാണാൻ പോണോ നീ? ഓ ജാഥാ വരുന്നത്. എടാ നിനക്ക് അറിയാത്ത കാര്യങ്ങൾ എന്നോട് വന്ന് പറയല്ലേ ലക്ഷ്മേ. ഈ ട്രീസ് ഇല്ലേ, അത് വാസ്കോടെ ലവർ എന്തോ ആണ് ഇപ്പൊ ഒരു അടിയായാലും. ഇപ്പൊ എന്തൊക്കെയാ നീ പറയണേ? നമുക്കെന്താ ബന്ധം? എടാ വാസ്കോടെ ലവർ ട്രീസയുടെ ചേട്ടൻ ഡെവിൾ. നമ്മളായിട്ടുള്ള ബന്ധം ഞാൻ പറഞ്ഞു ആ ബന്ധമുണ്ട് കേട്ടോ. വാസ്കോടെ ഗേൾഫ്രണ്ട് ട്രീസ, ട്രീസയുടെ ചേട്ടൻ ഡെവിൾ, ഡെവിളിന്റെ ഏറ്റവും വലിയ ചേട്ടൻ കാർലോ, കാർലോയുടെ അച്ഛൻ അപ്പാപ്പൻ, എന്റെ അച്ഛനും അപ്പാപ്പൻ. ഇപ്പം നമ്മൾ റിലേറ്റീവ്സ് ആയില്ലേ? ബന്ധങ്ങൾ ഇങ്ങനെ നീണ്ടു നിറന്ന് കിടക്കല്ലേ? മുതുക്ക് വരെ പോവാ അല്ലെ? പുള്ളി അറിയും. പുള്ളി ചിലപ്പോ 1 മിനിറ്റിൽ പുള്ളി അവിടെ എത്തിയില്ലെങ്കിൽ ചിലപ്പോ ഭൂമി ഇടിഞ്ഞ് വീഴുന്നൊക്കെ പറഞ്ഞ് അവിടെ ബസ്സിറക്കി ഇരിക്കുമായിരിക്കും. വാ എടാ വേണ്ട സ്കേറ്റിംഗ് ബോർഡ് ഞാൻ പ്രോ ആണ് കേട്ടോ. എന്റെ സ്കിൽസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? എങ്ങനെയൊക്കെയാണല്ലേ ബന്ധങ്ങൾ വളരുന്നേ? അണ്ണാ നമുക്ക് റൈസ് കഴിക്കാം.
അണ്ണാ അണ്ണാ നീ പോയല്ലേ ഇരിക്കി. എന്താ ഞാൻ കുറച്ച് സ്പീഡില്ല. ഞാൻ പണ്ടോട്ട് ഞാൻ പറഞ്ഞ ചാമ്പ്യൻ ആയിരുന്നു പണ്ട്. റൈസ് വെക്കാം. ഞാൻ കേൾക്കാത്ത പോലെ നടിക്കുക. മിസ്റ്റർ വാസു എവിടെ? ആ സൂപ്പർമാൻ എവിടെ ഉണ്ട്? ഒരു എമർജൻസി കേസ് ഉണ്ട്, അത് പാസ് ഔട്ട് ചെയ്തു. നീ എവിടെയാണ്? അവൻ കിക്കായിട്ടാ TG അഖിൽ ജോൺ. എടാ എന്നെ TG അടിച്ചിട്ടാ. എവിടെയാണ്? ചുമ്മാ വീഡിയോ കിക്കാതാണോ? അവിടെ നിന്ന് വരുമ്പോഴേ ഇതേപോലെ രണ്ടെണ്ണത്തിനാക്കി അവിടെ തിരിച്ചെടുക്കണോ? തിരിച്ചെടുക്കണ്ടേ? ബ്രോ വണ്ടി ഒന്നും മാറ്റി തരും. എന്റെ ഒരു സ്കേറ്റ് ബോർഡ് അടി കിടന്നത് പറയണേ. ഇപ്പൊ അതുകൊണ്ട് പോയത് ജോക്കി. ഹലോ മോനെ. എടാ ആരെങ്കിലും ഒരാൾ ഇറങ്ങി ഒരാളെ കൂടെ തലയെ കേട്ടറാ, എന്നിട്ട് ജോക്കിയെ കേട്ടറാ. ഇത്രയും കുട്ടിപ്പട്ടോ, ഞാൻ ഇത്രയും ആൾക്കാരുണ്ടോ? എടാ ഇവനെയും കൂടെ ആരെങ്കിലും തോളത്ത് കേട്ടറാ. നാളെ നിന്നെ ഞാനൊന്ന് എടുക്കുന്നുണ്ടല്ലോ. ചന്ദ്രൻ വന്നോ? ഒരു ബാൻ കിട്ടുമ്പോ അത് തീരും കൊണ്ടേ പെർമനന്റ് ബാൻ മേടിച്ചു പോയതൊക്കെ എന്നെ ഉപദേശിക്കണേ. എന്താണ് പരിപാടി? പെർമനന്റ് ബാൻ മേടിച്ചവനൊക്കെ എന്നെ വെറുതെ ഉപദേശിക്കണം. നിങ്ങളല്ലേടാ ഈ ബീഡിനെ കൊണ്ട് വള്ളിയൊക്കെ അടുപ്പിച്ചിട്ട് ഒരു വണ്ടിയിൽ പോയെന്ന്. ഇല്ല എനിക്കൊന്നും പറയാനില്ല. സാമാനം പൊക്കി റോഡിനകത്തുള്ള സ്കേറ്റിംഗ് ബോർഡും ആരാന്നറിയിട്ട്. ഹലോ ഹലോ സുഹൃത്തേ, ഇങ്ങനെയൊക്കെയാണോ റോഡിൽ നിൽക്കേണ്ടത്? സുഹൃത്തെ, ഇവിടെ സ്കേറ്റിംഗ് ബോർഡായിട്ട് നടന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാണോ? അയ്യോ സുഹൃത്തെ, ഇത് ഓച്ചിമേവല്ല, നമ്മള് വിട്ടുവരുമായിരുന്നു, കണ്ടില്ല. ഞാൻ ഒരാളെ ഇടിച്ചു കൊന്നു അറിയാതെ. ഞാൻ തന്നെയാണ് പൊങ്ങിയല്ലേ? ഓ ഓക്കെ 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 സുഹൃത്തെ. കുഴപ്പമുണ്ടോ ചെറുതായിട്ട്? എന്നാ പിന്നെ നമുക്ക് കുഴപ്പമുണ്ടെന്നേ. നമ്മുടെ ഭാഗത്ത് തെറ്റാണത്. നമ്മുടെ ഭാഗത്ത് തെറ്റാണ്, നമ്മുടെ മിസ്റ്റേക്ക് ആണ്. സോറി ബ്രോ. തെറ്റാണ്. നമ്മുടെ ഭാഗത്ത് തെറ്റാണെങ്കിലോ? ഇല്ലല്ല, നമ്മുടെ ഭാഗത്ത് തെറ്റാണെങ്കിലോ വാസുവേ ബ്രോ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? നമ്മുടെ ഭാഗത്താണല്ലോ തെറ്റ്. ഇത് ശരിക്കും ഞങ്ങളുടെ മിസ്റ്റേക്കാ ബ്രോ. ഇത് ഞങ്ങളുടെ മിസ്റ്റേക്കാ, സത്യമായിട്ട് ഞങ്ങളുടെ മിസ്റ്റേക്കാ. നമ്മുടെ മിസ്റ്റേക്ക് ആണ്, 100% നമ്മുടെ മിസ്റ്റേക്ക് ആണത്. അത് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല, അത് നിങ്ങൾ ഏറ്റെടുക്കരുത്. ഞങ്ങളുടെ മിസ്റ്റേക്കാണ്. ഓക്കെ ബ്രോ, ഓക്കെ. സോറി സോറി സോറി, ബൈ. പോയിട്ടേ. മിസ്റ്റേക്ക് അല്ല, റോഡിന്റെ പ്രശ്നം. പക്ഷെ അതില് ഞങ്ങളുടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതില് ചെറുതായിട്ട് നമ്മുടെ ഭാഗത്ത് തെറ്റ്. ഓ ഇത് മറ്റേ TBS സാത്താനാണോ? ഓക്കെ നടക്കട്ടെ നടക്കട്ടെ. എടാ ആരാടാ ഈ കുട്ടി കുറെ പേര് അവിടെ തെറ്റ് അഡ്മിറ്റ് ചെയ്യുന്നില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ മനസ്സിലായില്ലേ? എന്റെ തെറ്റാണ് ഞാൻ അഡ്മിറ്റ് ചെയ്തത്. വിളിച്ച് നമുക്കേ ഇപ്പൊ വാസുവായിട്ട് KK ഒന്ന് കാണാൻ പോവാം. എവിടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോഡിലുണ്ട്. ഇങ്ങോട്ടോ സീക്രട്ട് ഉണ്ട്. ഭയങ്കര പ്രൈവസി ഉണ്ട് കേട്ടോ, ഭയങ്കര പ്രൈവസിയാണ്. വൈഫെങ്കി വൈഫെന്ന് വൈഫ് നിനക്കൊക്കെ എന്താണ്? നിനക്കൊക്കെ കണ്ടിട്ട് പോക്കേ കാര്യം പറഞ്ഞേക്കാം. ജോക്കി എങ്ങോട്ട് പോയി? പിന്നെ കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? പിന്നെ ജോക്കി എത്ര വേണം? രണ്ടെണ്ണം മതി. ഗീവ്. ഒരെണ്ണമാണോ കിട്ടിയത്? നിക്ക് 3 തരാം. ഗീവ്. കിട്ടിയോ? കിട്ടിയില്ലേ ജോക്ക്? ലവ് കിട്ടി. ഇത് പറയാൻ പോകുന്ന കാര്യം നമ്മളുടെ ഗ്യാങ്ങിനും നമ്മളുടെയും നല്ലതിന് വേണ്ടി മാത്രമാണ്. നമ്മൾ കുറച്ച് കള്ളമൊക്കെ കാണിക്കണം ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ. ജോക്കി എനിക്ക് പറ്റില്ല ജോക്കി. അത് ഞാൻ പറയാം ജോക്കി, എനിക്കൊരു കള്ളം പോലും ഒരാളുടെ അടുത്ത് പറയാൻ പറ്റാത്ത ഒരു മനുഷ്യനെ ഞാൻ. എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്.
അതെനിക്കറിയാം നിനക്ക് പറ്റത്തില്ല, പക്ഷെ നമുക്ക് കേക്ക് എടുത്താണ് പറയാൻ പോകുന്നത്, മനസ്സിലായോ? ജോഗി എനിക്ക് അങ്ങനെ ഇന്ന ആളെന്നില്ല ജോഗി. ഞാൻ ജീവിതത്തിൽ ഒരാളുടെ അടുത്ത് പോലും ഞാൻ കള്ളം പറയാത്ത ഒരാളാണ്. എനിക്ക് അങ്ങനെ ഒരു ധർമ്മസങ്കടത്തിലാക്കല്ലേ, നമ്മളെല്ലാം സ്ക്രിപ്റ്റ് പ്ലാൻ ആയിട്ട് വെച്ചേക്കുവാണ്, നീ കുളവാക്കല്ലേ. ജോഗിക്ക് വേണ്ടി ജീവിതത്തിൽ ഒരിക്കൽ കള്ളം പറയാം, ഒരിക്കൽ. ഒരിക്കൽ മതി. എന്താ പിച്ചും പറയണം? ഹലോ കേട്ടില്ല. ഹലോ അല്ല നമ്മുടെ എന്റെ വളർത്തു ഗുണം എന്ന് പറഞ്ഞാണേ, നമുക്ക് ഇവിടെ ഇരിക്കുമ്പോ ആരും കേൾക്കത്തില്ല. ഓ അപ്പോഴത്തേക്ക് സ്ഥലം പിടിച്ചോരെ മുണഞ്ഞങ്ങള് ഒളിഞ്ഞു കേൾക്കാൻ വരുന്നവനെ വെടിവെച്ചിടുമെന്നാണ് ജോക്കിയുടെ പ്രഖ്യാപനമേ. കള്ളതാ ആര് ജോക്കിയെ പറ്റിയാണോ? ഒരുപാട് നാളത്തെ ശേഷം ആർപ്പിൽ വരുന്നതാണ്. നോക്കണമല്ലോ ജോക്കി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ ജോക്കി. ഞാനിരിക്കാം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഈ കേക്ക് എന്ന് പറയുന്നത് എന്റെ കയ്യിൽ ഒരു 1.5 ലക്ഷം കോടിയുണ്ട് ആസ്തി. ശരിക്കും ശരിക്കും എത്ര വാ തുറന്ന് കള്ളം പറയാൻ ഞാൻ ജോക്കി ഒരക്ഷരം പോലും തെറ്റാതെ അതാണ് നമുക്ക് വേണ്ടത്. എണ്ണിക്കല്ലേ. അപ്പൊ നമ്മള് പറയാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? യാസ്മിൻ ഉള്ളപ്പം കേക്ക് ഇല്ല, കേക്ക് ഉള്ളപ്പം യാസ്മിൻ ഇല്ല, കേക്ക് ഇല്ലാത്തപ്പം യാസ്മിനും ഇല്ല. പക്ഷെ കേക്ക് യാസ്മിനും ഞാൻ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. ആരാ പറഞ്ഞത്? രണ്ടുപേരും ഒരുമിച്ച് വരത്തുള്ളൂ, അല്ലാത്തപ്പോ രണ്ടുപേരും കാണത്തില്ല. ഓക്കെ. അപ്പൊ നമ്മളുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും ജോണി പാപ്പനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജോണി പാപ്പ നമ്മുടെ കൂടെ നിൽക്കും. ഓ മാഡ വിളിക്കുന്നു. ഒരു മിനിറ്റ്, ഞാൻ സ്പീക്കർ ഇടാം കേട്ടോ, കുറച്ച് ഗംഭീരത്തിലൊക്കെ ആയിരിക്കും. ഹലോ കേക്ക്, ഫ്രീ ആയോ? 10 minutes നമ്മൾ വരാം. എവിടേക്കാണ്? ഓഫീസിലേക്ക്? സാധാരണ നമ്മൾ മലമൂട്ടുകളിലല്ലേ കാണാറുള്ളൂ. ഏതെങ്കിലും മലയാളം ഡാമിന്റെ വണ്ടിക്ക് പിടിക്കാം. ഡാമിന്റെ വണ്ടക്കാണല്ലേ? ഡാമിന്റെ വണ്ടക്കാണ് നമ്മൾ. ഡാമിന്റെ വണ്ടക്ക് ഞാനും വാസുമനും ജോണി പാപ്പനും കൂടെ അങ്ങോട്ട് വരാമേ. ഒറ്റയ്ക്കല്ലേ? ഒറ്റക്കുള്ളൂ. ആളെ കൂട്ടണോ? വേണ്ട, ഒറ്റയ്ക്ക് വന്നാ മതി. പിന്നെ ശരി. ഇയാളുടെ ഇതും പറത്തിലും കണ്ടു കഴിഞ്ഞാൽ ഇയാളെ തമന്നയില് തട്ടിക്കൊണ്ട് പോയാ. ഞാനൊരു കാര്യം പറയട്ടെ. അല്ല പിന്നെ ഇയാളുടെ കയ്യില് ഇത്രയും സാധനമുണ്ട്. അപ്പം ഞാനൊരു സാധനം അടിച്ചിറക്കിയിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ പെൺകോന്തം കേജില്ലേ, ഞാനൊരു കാര്യം പറയട്ടെ. ധൈര്യത്തോടുകൂടി പറയുന്നേ. പറയുന്നേക്ക് നമ്മള് അയാളടുത്ത് ഇതൊന്ന് മുഴിപ്പിക്കട്ടെ. കോച്ച് മാത്രം ഒന്ന് ബാക്ക് സൈഡിലോട്ട് വന്നേ. പറയില്ലോട്ടോ. നമ്മള് പറഞ്ഞേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അണ്ടി ഫാക്ടറിയിലുള്ള അമ്മിണിയില്ലേ, അമ്മിണിയല്ല കൺമണി. പെട്ടെന്ന് തെറ്റിപ്പോയതാ. അണ്ടി ഫാക്ടറിയിലെ കൺമണി നമ്മുടെ അക്കൗണ്ട്സ് ഒക്കെ ഇതാക്കിയിട്ട് കേജിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്. ഈ അണ്ടി ഫാക്ടറി ഓപ്പൺ ആക്കാൻ വേണ്ടിട്ട് ഒരു 3000 കോടി നമ്മള് കേജിന് കൊടുത്തിട്ടുണ്ട്. കൂട്ടണോ? 3000 കോടി മതി. ഒരു 3500-4000 ആക്കാം. ഇല്ല 3000 കോടി മതി. ഇങ്ങേര് വന്ന ഉടനെ എന്റെ കാര്യം 3000 കോടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് കേക്ക് എടുത്ത് പറയാണ്, ജോണി പാപ്പൻ ആണ്ടിലാണ് അടുത്ത സീൻ. ജോണി പാപ്പൻ പറയും, കേക്ക് പിള്ളേര് 3000 കോടി തന്നിട്ട് അത് ഇതുവരെ കേജ് പോയി. നമ്മള് കേജിനാ കൊടുത്തേ, കേക്ക് അറിയത്തില്ല. പക്ഷെ നമ്മള് കേക്ക് എടുത്ത് പറയും, അങ്ങനല്ല സ്റ്റോറി. എങ്ങനെയാ സ്റ്റോറി എന്ന് പറഞ്ഞാ, കേജ് എന്നോട് ഉറപ്പ് പറഞ്ഞ് ഈ ബിസിനസ് ചെയ്യാൻ കൂടെ നിൽക്കാന്ന് പറഞ്ഞ് നമ്മൾ അണ്ടി ഫാക്ടറി എല്ലാം കൊണ്ട് കാണിച്ചിട്ട് പുള്ളി പറഞ്ഞ് പുതിയ മെഷീനറിയും പുതിയ സാധനങ്ങളും എടുത്തോളാൻ. പുള്ളി പറഞ്ഞത് കേട്ടിട്ടാണ് നമ്മൾ മെഷീനറി മേടിച്ചത് 3000 കോടിക്ക്. 3000 കോടി രൂപ കൊടുത്തിട്ട് പിന്നെ പുള്ളിയില്ല, മെഷീനറി ഇല്ല, ഒന്നുമില്ല. അല്ല, മെഷീനറി മേടിച്ച് നമ്മൾ ഇവിടെ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കാണിക്കാൻ പറഞ്ഞാൽ കൊണ്ട് കാണിക്കാം. പക്ഷേ 3000 കോടി
ആള് 3000 കോടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെഷീനറി ഉണ്ടല്ലോ, പിന്നെ നമ്മൾ 3000 കോടിക്ക് ഇങ്ങനെ ഇങ്ങനെ വാങ്ങിക്കും. അങ്ങനല്ല പറയുന്ന കേക്ക്. 3000 കോടിയുടെ സാധനം നമ്മൾ ഓൾറെഡി മേടിച്ചു വെച്ച്, ഇനി ഒരു 10000 കോടിയുടെ മൊത്തം 13000 കോടിയായിരുന്നു ഡീല്. ഇനി ഒരു 10000 കോടിയുടെ 10000 കോടി ഇനി ഒരു 10000 കോടിയോടെ തന്നാ നമ്മൾ ബാക്കി അണ്ടി ഫാക്ടറി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡ് ഫാക്ടറി മേടിച്ച് കുറച്ച് അണ്ടിയും വിതറിയും 10 പേരെ കൊണ്ട് നിർത്താം. ഇവിടാണെങ്കിൽ ഇഷ്ടം ആണുങ്ങൾ പോലും പെണ്ണുങ്ങൾ ഇഷ്ടം പോലും ഇപ്പൊ ഈ ഗ്യാങ്ങിന് വെള്ളില് നമുക്ക് ഇവന്മാരൊക്കെ ഗേൾ ഫ്രണ്ടിനെ എല്ലാം വണ്ടി എല്ലാം കൊണ്ടുവന്ന് എല്ലാത്തിനും കൊണ്ട് നിരത്തി പറക്കോടെ നിർത്താം. ഞാൻ കാര്യം പറയുന്നത് അറിയോ, പുള്ളിക്കാരൻ എടുപിടിയെന്നൊന്നും പറയണ്ട, മാസം ഒരു 500 കോടി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തന്നോട്ടെ. ഞാനിപ്പം ജോഗിക്ക് വേണ്ടി കള്ളനായിട്ട് ചിന്തിക്കുകയാണ്. ഞാൻ എന്റെ മനസാക്ഷികളൊന്നും ചിന്തിച്ചോട്ടെ ഒരു മിനിറ്റ്. 500 1000 കോടിയോ ജോഗി മാസം 1000 കോടി. 1000 കോടി. അപ്പൊ 1000 കോടി വെച്ച് പുള്ളി തരുവാണ്. അപ്പൊ തരാൻ പറ്റത്തില്ലെന്ന് പുള്ളി പറയുവാണെങ്കിൽ അവിടാണ് നമ്മുടെ ജോണി പാപ്പന്റെ സാധനം. ജോണി പാപ്പൻ പറയാണ് KK ഇത് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇനി KKയുള്ള ഗൺ ഡീലിങ്സ് നമ്മൾ ആകെപ്പാടുള്ള ഡീലിങ്സ് ആയിട്ട് ഈ സിറ്റിയിൽ സഹകരിച്ചു പോകുന്നത് TVയും KVA. KVAക്ക് കുറച്ച് ബുദ്ധിമുട്ട് കാണും എന്ന് ജോണി പാപ്പൻ അങ്ങ് എടുത്തിടും. പിന്നെ KK കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം എന്റെ കയ്യിലാണ് ബോൾ. എന്താണ് ബോൾ എന്ന് പറഞ്ഞു? ഞാൻ ഗോൾ അടിക്കത്തില്ലേ, ഞാൻ അവിടെ വെച്ച് അറിഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ വേറെ കാര്യം പറയട്ടെ ജോഗി. ഇനി ഇൻ കേസ് ഞാനിപ്പോ എക്സാമ്പിൾ പറയാണ്. അതായത് KK എടുത്ത് നമ്മൾ പറയുക KVA റെഡിയല്ല. ഇതാരാ എനിക്കിതേപോലെ കളച്ചിരിക്കാൻ പറ്റില്ല. നമസ്കാരം. എന്തൊക്കെയാണ് പരിപാടി? എന്താ ഇവിടെ കുത്തിയിരിക്കുന്നത്? ഇങ്ങനെ ഞങ്ങള് കാഷ്വൽ ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. കാഷ്വൽ ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്താണ് ഇപ്പൊ ഇവിടെ കാണാറില്ലല്ലോ, എവിടെയായിരുന്നു? അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് പോവായിരുന്നേ. അപ്പൊ ചിലപ്പോ നാളത്തേക്ക് പോയാന്ന് പറഞ്ഞ്. ആണല്ലേ? ചെന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് അറിയാം. ഉപദ്രവം ഉള്ളത് അവർക്കറിയാം. ഉപദ്രവം കൊണ്ട് ഉപകാരമില്ല, ഉപദ്രവം ഉള്ളത് അവർക്കറിയാം. അതുകൊണ്ടാണ് വരണ്ടാന്ന് പറഞ്ഞത്. മനസ്സിലായോ? വിഷമം വേണ്ട. എന്നാലും പോർട്ടബിൾ ഉണ്ട്. ഇവിടെ ജനാണ പാടണ റെസ്പെക്ട് അല്ലേ? കുഴപ്പമില്ല, എത്ര മതി? ഇരുന്നോ എല്ലാത്ത റെസ്പെക്ട്. കളിച്ചാരല്ലോ ഇങ്ങനെ ഇരിക്കണേ. ഞാൻ തിരിഞ്ഞിരിക്കണം, അതായിരിക്കും നല്ലത്. എവിടുന്നൊക്കെ വരുന്നടാ, നോക്കിയടാ ചുറ്റിരിക്കുന്ന ആർമി പ്ലേയേഴ്സിനൊക്കെ ഒന്ന്. പറഞ്ഞു നോക്കി. ഡാം എടാ ചന്ദ്ര അറിഞ്ഞോ? എടാ ഇവിടെ ഡാം ഇവിടെ വെള്ളക്ഷാമം വരാൻ പോണു കുടിവെള്ളത്തിന്. ഇവിടെ ഡാം ഇപ്പൊ അവര് തമിഴ്നാട്ടുകാര് വെള്ളം ഫുള്ള് എടുക്കുകയാണെന്നുള്ളൊരു പരാതി ഉണ്ടത്. നമ്മള് കടൽ വെള്ളം നമുക്ക് ഉപ്പ് മാത്രം ഫിൽറ്റർ കളഞ്ഞിട്ട് ഇങ്ങോട്ട് കയറ്റിയ പോരാണ്. ഇല്ല നമുക്ക് ഞങ്ങൾ അതിന്റെ ഒരു ചെറിയ സമരത്തിന്റെ കാര്യം സംസാരിക്കാൻ ഞങ്ങൾക്ക് അങ്ങോട്ട് ഒരിടത്ത് ഒരു സ്ഥലം വരെ പോകണമായിരുന്നു. അതിന്റെ കാര്യം ജോക്കി ഇപ്പൊ പറഞ്ഞതേ. എന്താടാ അതെന്താ അങ്ങനെ പറഞ്ഞേ? കഴിഞ്ഞ വട്ടം ഇതേപോലെ സമരത്തിന് പോയി കല്ലറയും കൊണ്ടാണ് നമ്മളെ കല്ലറയും കൊണ്ട് അടിയും കിട്ടി. എടാ ഒരു മിനിറ്റ്, എനിക്ക് ഓസിയിലെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു കോള് വരുന്നു. ഒരു മിനിറ്റ്. എന്നെ കൊണ്ടുവരുന്നോ ചേട്ടാ? നമുക്ക് സോൾവ് ആക്കാം. അവർക്കും വെള്ളം വേണം, നമുക്ക് വെള്ളം വേണം. രണ്ടുപേർക്കും വെള്ളം വേണ്ടുന്ന രീതിയിൽ പറഞ്ഞു ആൾക്കാരെ പിടിച്ച് കൊണ്ടുപോകും. ഞാൻ ലൊക്കേഷൻ പറഞ്ഞു കറക്റ്റായിട്ട് കാക്കനാടുള്ളത്. അടിക്കുമല്ലോ അതിന്റെ പാണ്ഡിതുരയൊക്കെ വരും അവിടെ നിന്ന് വണ്ടിയിലൊക്കെ വരും. ആലോചിച്ച് തമിഴ്നാട് വണ്ടി എടുത്ത് തമിഴ്നാട് വണ്ടി ഇന്ന് ബാംഗ്ലൂർ പോകാനുള്ളതാ. ഞാൻ ഒരു കാര്യം പറയാം, തമിഴ്നാട് ബൗണ്ടറി വെച്ച് എന്നെ ഫ്ലൈറ്റിൽ എറിഞ്ഞിട്ട് എന്തിനു ചെയ്യും? അറിയില്ല, മഷിയെ കളയന്മാര് പറഞ്ഞ പോലെ കോച്ച് വിട്ടിരിപ്പുണ്ട്. പണ്ട് മറ്റേ ബൂട്ട് ക്യാമ്പ് തല്ലാൻ വന്നപ്പോ ആദ്യം ഇറങ്ങി പറ്റിയ ഫ്ലാറ്റിൽ ചാടാവുന്ന ആളാ.
താഴോട്ട് ചാടാൻ നാളാ ഞാൻ ഉള്ളപ്പോ എന്തിനു പേടിക്കുന്നത്? നമ്മളങ്ങോട്ട് പോവാം. വാ. ഞാൻ അങ്ങോട്ട് വരാം. മുതുക്ക് മുതുക്കിൽ അങ്ങോട്ട് വരാം. ഒരു ചെറിയ വള്ളി വെച്ചായിരുന്നല്ലോ പണ്ട് അവിടെ താഴത്ത്. നിന്നാ മതി, അവിടെ നിന്ന്. ഇപ്പൊ ഇത് ഹലോ 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 പറയടാ, നിന്റെ വീഡിയോ കാണുന്നില്ല. അണ്ണന്റെ വീഡിയോ കാണുന്നില്ല, ഓണാക്ക്. ആ അതെ ഇപ്പൊ കാണാം. നീ എവിടെ വന്ന് ഞാൻ ഇവിടെ കാട്ടില്. എനിക്ക് നിന്നെ കാണുന്നില്ല. എനിക്ക് അണ്ണനെ കണ്ടൂടാ. ഒളാ കൂടെ വെച്ചിട്ട് ബാ. ഹലോ ആ പറയടാ. ജായ് അണ്ണ കാട്ടില് ഏത് കാട്ടില്? കൊമ്പാച്ചന്റെ മലക്കയുടെ ഇപ്പൊ ഉണ്ട്. ഏത് പറയേ? പക്ഷെ ഈയിടക്ക് സ്വന്തം ടിക്കറ്റ് വലിച്ച് ബാനായ കൊമ്പാച്ചനില്ലേ? എന്താണോ നിനക്ക് വിടറാ? അണ്ണ അറിഞ്ഞില്ലേ എക്സ്ലാൻഡിസിന്റെ അവാർഡൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാണ് ഒരാള് സ്വന്തമായിട്ട് ടിക്കറ്റ് വലിച്ച് സ്വന്തമായിട്ട് 30 ദിവസം ബാൻ മേടിച്ചു പോയത്. നിനക്ക് അതെന്റെ ഞാൻ ഇത് 5 വർഷമാണ് ഈ ഒരു ഫീൽഡ്. ഇതുവരെ ഞാൻ ഇങ്ങനെ സ്വന്തത്തിൽ ടിക്കറ്റ് അടിച്ച് 30 ദിവസം ബാൻ മേടിച്ച് ആരെ കണ്ടിട്ടില്ല. പെട്ടെന്ന് അവനെ കണ്ട അടുത്തൊന്ന് എന്താ പറയല്ലോ. അതെ അണ്ണോ. അണ്ണ ചരിത്രത്തിൽ എഴുതപ്പെടും. ഇവിടുത്തെ എല്ലാ തൂണുകളിലും ലോസ് ആൻഡസ് എല്ലാ തൂണുകളിലും അറിയപ്പെടും. എന്താ അച്ഛൻ പറ്റുന്ന ചന്ദ്ര എന്താണ്? ചന്ദ്ര അവരുടെ ആളാണോ? ചന്ദ്രൻ അറിഞ്ഞിട്ടില്ല കേട്ടോ, ആ കാര്യം ചന്ദ്രൻ അറിഞ്ഞിട്ടില്ല. ചന്ദ്രനെ ഒന്ന് വിശദീകരിച്ച് ഞാൻ പറയാം. ചന്ദ്രു, നമ്മുടെ ഇത് സത്യം പറഞ്ഞ ഇത് റയറായിട്ട് ഇന്നൊരു നമ്മുടെ മനുഷ്യർക്ക് അറിഞ്ഞത് പറ്റാത്തൊരു കാര്യമാണിത്. ആദ്യമായിട്ടാണ് ഇത് നടന്നത്. നമ്മുടെ RP ഹിസ്റ്ററിയില് എഴുതപ്പെടേണ്ട ഒരു ചരിത്രമാണിത്. കണ്ടുപിടിച്ചോ? ഒരു പയ്യൻ സ്വന്തത്തിൽ ടിക്കറ്റ് അടിച്ച് ഓപ്പോസിറ്റ് ഗ്യാങ്ങിനെതിരെ. പക്ഷെ അവസാനം ആ പയ്യൻ തന്നെ 30 ദിവസം ബാൻ മേടിച്ചു പോയി സ്വന്തം ടിക്കറ്റ്. നമ്മുടെ കൂട്ടത്തിൽ ആരുമല്ല. സിറ്റുവേഷൻ നടന്ന ചന്ദ്ര ഇന്നലെ. നമ്മുടെ സിറ്റുവേഷൻ ആണോ? അല്ലല്ല ഇന്നലെ ടീം 47 ഒരു സിറ്റുവേഷൻ നടന്നപ്പോഴേ വീഡിയോ വലിച്ചു വീഡിയോ വലിച്ചിട്ട് അവര് അഡ്മിൻസ് VC വരാൻ പറഞ്ഞപ്പോ അവിടെ നിന്ന് PO ഇല്ല. 30 ദിവസം PVP എന്താ കണ്ണാപ്പി? കളിയാക്കി ചിരിക്കാറില്ല. കുറച്ച് അഡ്മിനെ തന്നൊക്കെ വിളിച്ച് ബാൻ മേടിച്ചവനൊക്കെയാണ് ഇത് കളിയാക്കണത്. ഓരോ ജോഗി പക്ഷെ പണ്ടത്തെ അണ്ണുവിന്റെ വാസുണ്ണ വിളിയാണ് എനിക്ക് കുറച്ചൊരു ഇഷ്ടം കേട്ടാ. എടാ അത് എന്തിനാണെന്നറിയോ അങ്ങനെ വിളിച്ചോണ്ടിരുന്നത്? ചന്ദ്ര എന്തിനു വിളിച്ചോണ്ടിരുന്നത്? ശരിക്കും ഒന്നും ഇതായിട്ട് വിളിച്ചോണ്ടിരുന്ന പിന്നെ പുള്ളിയുടെ മുമ്പിൽ ഒരു മാസ് അടിക്കാന്ന് വിചാരിച്ച് വന്ന അപ്പോഴത്തെ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന്. പുള്ളി ഇപ്പൊ AFK ആയിട്ട് നമ്മളെന്തിനു പറയണമെന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നോക്കി വന്നോടെ 2 തങ്കാരിക്കേ നിർത്താൻ 2 തങ്കാരിക്കും. അണ്ണു പോവാം.